നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളടക്കമുള്ള 9 തൊഴിലാളികൾ തൊഴിലുടമയുടെ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ യമനിൽ നിന്ന് കടൽ മാർഗം കൊച്ചിയിലെത്തി. ഈ വാർത്തയാണ് പ്രവാസ ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത്. വാർത്തയിലേക്ക്. വെള്ളിയാഴ്ചയാണ് തൊഴിലാളികൾ കൊച്ചി തീരത്ത് എത്തിയത്. മുതലാളിയുടെ പക്കൽ നിന്ന് മോഷ്ടിച്ച ബോട്ടിൽ മതിയായ ഭക്ഷണവും സൗകര്യങ്ങളും ഇല്ലാതെ 10 ദിവസം യാത്ര ചെയ്ത് 3000 കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്താണ് 9 അംഗ സംഘം കൊച്ചിയിൽ എത്തിച്ചേർന്നത്. 7 തമിഴ്നാട് സ്വദേശികളും 2 മലയാളികളുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. തിരുനെൽവേലി സ്വദേശികളായ ജെ വിൻസൻ, ആൽബർട്ട് ന്യൂട്ടൻ, AS കലിൻ, അമൽ വിവേക്, ജെ ഷാജൻ, S സഹായജകൻ, കൊല്ലം സ്വദേശികളായ നൌഷാദ്, നിസാർ എന്നിവരാണ് അതിസാഹസികമായി നാട്ടിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചിയിൽ നിന്ന് 117 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സംഘത്തെ കണ്ടത്. പിന്നീട് ഇവരെ കൽപ്പേനിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 500 ലിറ്റർ ഇന്ധനവും അരച്ചാക്ക് ഉള്ളിയും മാത്രമായിരുന്നു ഇവരുടെ പക്കലുണ്ടായിരുന്നത്. 2018 ഡിസംബർ 13 മത്സ്യത്തൊഴിലാളികളായ ഇവർ തിരുവനന്തപുരത്ത് നിന്ന് യമനിലേക്ക് ജോലിക്കായി പോയത്. എന്നാൽ യമനിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. കഴിഞ്ഞ 10 മാസമായി തൊഴിലുടമ ഇവരെ പരമാവധി ചൂഷണം ചെയ്തു എന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ശമ്പളവും നൽകില്ല, ഭക്ഷണവും നൽകില്ല. യമനിലെ ജീവിതം നരകമായതോടെ അറ്റകൈക്ക് ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഇനി നാട്ടിലേക്ക്. മത്സ്യബന്ധന ബോട്ടിൽ അങ്ങനെ നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ഇവർ തീരുമാനിച്ചു. അറബിക്കടലിലൂടെ 3000 കിലോമീറ്റർ താണ്ടി നാട്ടിലെത്തുക എന്നത് ചൂതാട്ടം തന്നെയായിരുന്നു. അതിനായി ഇന്ധനവും ഭക്ഷണവും ഉടമയറിയാതെ ശേഖരിക്കാൻ തുടങ്ങി. എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോൾ നവംബർ 19 ആ ഷിഫ്റ്റ് തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് അവർ കൊച്ചിയിലെത്തി. ശനിയാഴ്ച രാവിലെ ഇവരുടെ ബന്ധുക്കൾ കൊച്ചിയിലെത്തി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ ബന്ധുക്കളോടൊപ്പം വിടുമെന്ന് കോസ്റ്റ് ഗാർഡ് അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ ജോലി വാഗ്ദാനം ചെയ്താണ് സ്പോൺസർ കൊണ്ടുപോയത്. പക്ഷേ എത്തിപ്പെട്ടതാകട്ടെ യമനിലും. ഞങ്ങളിൽ 5 പേർ ഡിസംബർ 13 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടത്. ഷാർജയിലാണ് ആദ്യം എത്തിയത്. യമനിലേക്ക് കൊണ്ടുപോകും മുൻപ് 1 മാസം അജ്മാനിലെ ബോട്ടിൽ താമസിച്ചു. 4 പേരെ സലാഹിൽ നിന്നാണ് യമനിൽ എത്തിച്ചത്. ജീവിക്കാനായാണ് ഗൾഫിലെത്തിയത്. അവിടെ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല എന്ന് ഇവർ പറയുന്നു. സൊമാലിക്ക് സമീപത്തുകൂടിയായിരുന്നു യാത്ര. നന്നായി പേടിച്ചു. പലയിടത്തും കടൽ നന്നായി പേടിപ്പിച്ചു. 7000 ലിറ്റർ ഇന്ധനവുമായാണ് തിരിച്ചത്. ലക്ഷദ്വീപിൽ എത്തിയപ്പോൾ 500 ലിറ്റർ മാത്രമായിരുന്നു ബാക്കി. കുറച്ചു പേരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ചു ദിവസം പിന്നിട്ടതോടെ കുടിവെള്ളവും കുറഞ്ഞു തുടങ്ങി. അവസാന ദിവസങ്ങളിൽ ദിവസം 1 നേരം മാത്രമായി ഭക്ഷണം. എല്ലാവരുടെയും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. വിവിധ അന്വേഷണ ഏജൻസികൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ബോട്ട് കോടതിയിൽ ഹാജരാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. എത്ര കഷ്ടപ്പെട്ടും ജീവിക്കുക എന്ന വലിയ ആശയോട് മാത്രമാണ് ഇവർ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. എന്തായാലും അവർ ആഗ്രഹിച്ചതുപോലെ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അധികൃതരുടെ കാരുണ്യം കൊണ്ട് അവർ സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കാൻ ഇടവരട്ടെ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.